ഇപ്പോൾ 2025 വർഷം അവസാനിക്കാൻ വേണ്ടി പോവാണ്. ചുരുങ്ങിയ സമയം കൂടി ഉള്ളൂ. 2026 പ്രവേശിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഉള്ള ഒരു വർഷമാണ് 2026. ഒത്തിരി പ്രതീക്ഷകളുണ്ട്. കാരണം 2025 വർഷത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സങ്കടപ്പെട്ടവരുണ്ട്, ദുഃഖിച്ചവരുണ്ട്, തളർന്നുപോയവരുണ്ട്, വഴിവിട്ടി പോയവരുണ്ട്, ജീവിതത്തിൽ വഴിമുട്ടിപ്പോയവരുണ്ട്, കടബാധ്യത പെരുകിയവരുണ്ട്, രോഗികളായി പോയവരുണ്ട്. അതുപോലെ തന്നെ ചില ജോലികളിൽ പ്രവേശിച്ചിട്ട് ഒത്തിരി തകർന്നു പോയവർ, അതിനുവേണ്ടി പൈസ മുടക്കിയവരൊക്കെ അല്ലേ, നഷ്ടങ്ങള്, ഒരുപാട് പ്രശ്നങ്ങൾ 2025 കടന്നുപോയവരുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരും മറുവശത്തുണ്ട് കേട്ടോ. പക്ഷെ കൂടുതൽ ആളുകളും പരാജയപ്പെട്ടവരും ജീവിതത്തിൽ വേദനിച്ചവരുമുണ്ട്. പലരും ആഗ്രഹിക്കുന്ന ഒരു പുതിയ വർഷം വരുമ്പോൾ 2026 ഒരുപാട് പ്രതീക്ഷകളും പ്രത്യാശകളും ഉണ്ട്, സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. അപ്പൊ ഈ 2026 ഒരുപാട് നിങ്ങൾ കണ്ട പല കാര്യങ്ങളും, നിങ്ങൾ പ്രാർത്ഥിച്ച പല കാര്യങ്ങളും 2025 നടന്നിട്ടില്ലെങ്കിൽ 2026 നിങ്ങളെ സംബന്ധിച്ചൊരു മിറക്കിൾ ഇയർ ആകാൻ വേണ്ടി പോവാണ്. ദൈവം അതിന് നിങ്ങളെ സഹായിക്കും, നിങ്ങളെ ശക്തിപ്പെടുത്തും. അപ്പൊ അതിന് പറ്റിയ എന്തെങ്കിലും അതിനോടൊപ്പം നമുക്കറിയാം, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനായിട്ട് 2020 ഒത്തിരി അനുഗ്രഹിക്കപ്പെടാതെ പോയ ഒത്തിരി കാര്യം, ആത്മീയ മേഖലയിലാണെങ്കിലും ഭൗതികം, സാമ്പത്തികമാണ്, ശാരീരികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ട് ഒരുപാട് ഒത്തിരി പേര് തകർന്നു പോയ ജീവിതം, ബിസിനസ് നടത്തിയാണെങ്കിലും ജോലി മേഖലയിലാണെങ്കിലും ഒത്തിരി ഞെരുക്കങ്ങളുടെയൊക്കെ പോയ സമയങ്ങളിൽ ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഒരു ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് പറ്റിയ വചനങ്ങൾ ബൈബിളിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റും. അതായത് ആ ഒരു വചനം പറയുകയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം. ഇവിടെ ഒരു വചനമുണ്ട്: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 2026 വർഷത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടോ നടത്തി തരും. വചനങ്ങൾ പ്രൊക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ, വിശ്വാസം ഏറ്റുപറഞ്ഞ് നമ്മൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുവാണല്ലോ. ഫിലിപ്പി 4:19 വചനം കേട്ടോ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുകയാണ്, ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച 2026 നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും അത് കർത്താവ് നടത്തി തരും. ചോദിക്കാനുള്ള കാര്യം, ഒത്തിരി ശത്രുക്കൾ ആത്മീയ മേഖലയിലാണെങ്കിൽ, ഭൗതിക മേഖലയിലാണെങ്കിൽ, ജോലി മേഖലയിൽ അങ്ങനെ ചുറ്റുപാടും ഒത്തിരി ശത്രുക്കൾ ഉണ്ട്. അവരുടെ മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നിന്ന് കർത്താവിന് വേണ്ടി തല ഉയർത്തി നിൽക്കാനായിട്ട് അല്ലെങ്കിൽ വിജയിക്കാനായിട്ട് ശരിക്കും ഒരുപാട് ശത്രുക്കളുണ്ട് അല്ലേ? തീർച്ചയായും. അതായത് ഒരു കാര്യം ഉറപ്പാണ്, ശത്രുക്കൾ എന്ന് പറയുന്നത് ഒരിക്കലും അപരിചിതരല്ല. നമ്മുടെ ശത്രുക്കളായി മാറുന്നത് പലരും നമ്മൾ സ്നേഹിച്ചവര്, നമ്മൾ സഹായിച്ചവര്, നമ്മൾ കൈപിടിച്ചുയർത്തിയവരാണ് പിന്നീട് നമുക്ക് ശത്രുക്കളായത് അല്ലേ? കർത്താവിന്റെ ശത്രു ആയതുപോലും യുദാസാണ് ഒറ്റി കൊടുത്തത് അല്ലേ? പ്രിയപ്പെട്ട ശിഷ്യനെ കൂടെ അതാണ് കറക്റ്റ് പോയിന്റ്. മോശ ബ്രദർ പറഞ്ഞ കൂടെ നടക്കുന്നവരെ പലപ്പോഴും ശത്രുക്കളാകുന്നത്. അത് നമ്മൾ ഉയരുന്നത്, വളരുന്നത് ഇഷ്ടപ്പെടാത്തവരെ ശത്രുക്കളാണ്. അപ്പൊ അതിന്റെ മേല് വിജയം വരിക്കാളുടെ വചനം എന്ന് പറയുന്നത് ജോബിന്റെ പുസ്തകം 40-ാം അധ്യായം 19-ാം തിരുവചനം. ഒരു അത്ഭുത വചനമാണ്. ആ വചനം ഇതാണ്: അവൻ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ്, അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. ജോബ് 40:19. അതായത് ഒരു ശത്രുവിന് നമ്മളെ തോൽപ്പിക്കാനോ തകർക്കാനോ സാധിക്കില്ല. ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ 2026 വർഷത്തിൽ ശത്രുക്കളുണ്ടാവും, അത് തീർച്ചയാണ്. പക്ഷെ ഈ ശത്രുക്കൾക്ക് നമ്മളെ തകർക്കാനോ നമ്മളെ തോൽപ്പിക്കാനോ നമ്മളെ ഇല്ലാതാക്കാനോ കഴിയില്ല. കാരണം ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തും. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മറന്നുപോയ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അതല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാകാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാകാം, ഒത്തിരി മറന്നുപോയ കാര്യങ്ങൾ, നമ്മൾ അല്ലെ ഓർത്തെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെട്ട് നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളായിരിക്കും, പഴയ നടന്ന കാര്യങ്ങളായിരിക്കാം. അങ്ങനെ ഒത്തിരി മറന്നുപോയ കാര്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ, അല്ലെങ്കിൽ ഓർമ്മപ്പെട്ട് കിട്ടാനായിട്ട്, ഓർത്തെടുക്കാനായിട്ട് പറ്റിയ വചനങ്ങൾ എന്തെങ്കിലും ബൈബിളിൽ കാണിച്ചു തരാൻ സാധിക്കും? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ഒരു രോഗമാണ് മറവി. അത് കുട്ടികൾക്ക് ഒട്ടുമുണ്ട്, യുവാക്കൾക്ക് ഏറ്റവും കൂടുതലാണ്. ഒരുപാട് അല്ലേ, മിക്ക ആളുകൾക്ക് ഈ മറവിയുണ്ട്. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു ഇതുണ്ടാവാം. ഈ മറവിയുള്ളവർക്കും അതുപോലെ തന്നെ എന്താ നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അല്ലെ, അതിനെക്കുറിച്ച് അറിയാനും അല്ലെ, നമുക്ക് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജെറമിയ 33:3 ദൈവത്തിന്റെ ഫോൺ നമ്പർ എന്നൊക്കെ നമുക്ക് പറയുന്ന വചനം ഇതാണ്: എന്നെ വിളിക്കുക,
ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകും. നിങ്ങളുടെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ജെറമിയ 33:3 ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ എന്ത് കാര്യങ്ങളെന്ന് മാത്രമല്ല, നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ നമ്മൾ ബുദ്ധിയോട് ചിന്തിച്ച് ഒത്തിരി ആലോചിച്ച് ആ വചനത്തിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തി തരും. കാരണം റിവീൽ ചെയ്യും. ഭയങ്കര പവറായി വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് അറിയാൻ പാടാത്ത കാര്യങ്ങൾ ദൈവത്തിനോട് വെളിപ്പെടുത്തി യാതൊരു ആവശ്യമില്ല. ചോദിക്കാനുള്ള ഒരു കാര്യം, നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് സാധിക്കില്ല, എന്നെ കൊണ്ട് എനിക്കെല്ലാം കഴിവില്ല, മറ്റുള്ളവർ പറഞ്ഞു എന്നെ കൊണ്ട് അത് കഴിയില്ല, അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ പലപ്പോഴും പലതിനെയും നമ്മൾ ഉപേക്ഷിച്ച് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് ഉപേക്ഷിച്ച കാര്യമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട്, അങ്ങനെ ചെയ്യാനൊക്കെ നമുക്കൊരു പ്രത്യാശ നൽകുന്ന അല്ലെങ്കിൽ ഒരു ശക്തി നൽകുന്ന, ബോധ്യം നൽകുന്ന വചനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പേര് ഇന്ന് തളർന്നു പോകുന്നൊരു കാര്യമാണ് മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ. നിനക്ക് ഒരിക്കലും പറ്റില്ല, നീ ഒരിക്കലും ഉയരില്ല, നീ നശിച്ചു പോകും, നീ തകർന്നു പോകും, നിനക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് ചിലപ്പോൾ സ്വന്തം കുടുംബത്തിലുള്ളവർ പറയാം, പേരൻസ് പറയാം, അല്ലെങ്കിൽ ലൈഫ് പാർട്ണർ പറയാം, മക്കള് പറയാം, ഫ്രണ്ട്സ് പറയാം. പലരും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ശരിക്കും ഇത് പറയുമ്പോൾ സത്യത്തിൽ ഒരു വ്യക്തിയുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു നല്ല വാക്ക് പറയുമ്പോൾ അല്ലേ, ബൈബിളിൽ തന്നെ ഉണ്ട് നല്ല വാക്ക് എന്ന് പറയുന്നത് വിശിഷ്ടമായ അല്ലേ, വെള്ളിയേക്കാളും ഉപരിയാണ്, സ്വർണത്തെക്കാളും ഉപരിയാണെന്നാണ് ബൈബിളിൽ പോലും പറയുന്നത്. അപ്പോൾ പ്രോത്സാഹനമാണ് ഒരു വ്യക്തി, എൻകറേജ്മെന്റ് അല്ലെ, എൻകറേജ് ചെയ്യുക, അവരെ ബൂസ്റ്റ് ചെയ്യുക, അതിലൂടെ ഒരു വ്യക്തി വളരുന്നത്. നമ്മുടെ നാവെന്ന് പറയുന്നത് ഒരാളെ തളർത്താനല്ല, വളർത്താനുള്ളതാണ് അല്ലെ, തീർച്ചയായിട്ടും. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തില് പലരും ഈ നാവ് കൊണ്ട് കുറ്റം പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞ് സൽപ്പേര് നശിപ്പിച്ച് അനേകം പേരെ തളർത്തിക്കൊണ്ടിരിക്കുക. എത്ര കുടുംബങ്ങൾ തളർത്തു ആത്മീയമായിട്ട്. ആത്മീയതയിൽ വളരെ കൂടുതലായത് ഒരാൾ ഉയരുന്നത് വളരുന്നത് ഇഷ്ടമല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഇതില് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു വചനമാണ്. നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ദൈവം നമുക്കൊണ്ട് പഠിപ്പിക്കുന്ന, അതായത് മറ്റുള്ളവർ പറയുകയാണ് നിനക്കിത് കഴിയില്ല എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. സത്യത്തില് മറ്റുള്ളവർ നമുക്ക് കഴിയില്ലെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഒന്നുമല്ല, ഒറ്റ കാര്യമുള്ളൂ അതിന്റെ പിന്നിൽ, അസൂയ. അതായത് നമ്മൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ നമ്മുടെ സീനിയർ ആയിരിക്കാം, നമ്മുടെ ഓഫീസിലുള്ള സീനിയർ ആയിരിക്കാം, പക്ഷെ അയാൾ ചെയ്യുന്നതിനേക്കാൾ സൂപ്പറായിട്ട് മനോഹരമായിട്ട് നമ്മൾ ചെന്നിട്ട് ചിലപ്പോൾ 1 വർഷമായിട്ടുണ്ടാവുള്ളൂ, നമ്മൾ ജൂനിയർ ആ റൂമിൽ. പക്ഷെ അയാളേലും നന്നായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് അവർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറ്റുന്നു? അത് ശരിയല്ലെന്ന് പറയുന്നത്. അങ്ങനെ ശരിയല്ലെന്ന് നിങ്ങളോട് ആരെങ്കിലും പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും മനോഹരമായതുകൊണ്ടാണ്. അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അതിന് പറയണേ. അപ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത് കാണിക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയമുള്ളത്. അങ്ങനെ ചെയ്ത് കാണിക്കാനുള്ള ഒരു വചനമാണ് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:13 എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ഹിം ഹു സ്ട്രെങ്തൻസ് മീ. ഫിലിപ്പി 4:13. പ്രിയപ്പെട്ടവരെ, ഈ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച 2025 അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങൾ പോലും കരുതിയ, മറ്റുള്ളവർ പോട്ടെ, നിങ്ങൾ പോലും കരുതിയ കാര്യങ്ങൾ ചെയ്തു തരാൻ ഈ 2026 ദൈവത്തിന് കഴിയും, ഈ വചനത്തിന് കഴിയും. ചോദിക്കാനുള്ള കാര്യം, 2025 അവസാനിക്കുന്നു, 2026 പ്രവേശിക്കുക. 2025 സൂര്യൻ അസ്തമിക്കുകയാണല്ലേ. 2026 ഉദയം ചെയ്യുകയാണല്ലേ. പുതിയ സൂര്യൻ ഉദിച്ചു വരുമ്പോ നമ്മുടെ പ്രതീക്ഷകളും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രതീക്ഷകള്, സ്വപ്നങ്ങള്, ആഗ്രഹങ്ങള്, പ്രാർത്ഥനകള്, അവരുടെ ഫ്യൂച്ചർ അംബീഷൻ, അങ്ങനെ എല്ലാം ഈ പുതിയ വർഷം, ഈ പുതിയ ദിവസം സൂര്യൻ ഉദിച്ചിരുന്നത് പോലെ വരാൻ ആഗ്രഹിക്കുന്നവരെ ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ ബുദ്ധിക്ക് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സാധ്യമെന്ന് വരുന്ന കാര്യങ്ങൾ ഈ 2026 മുഴുവനും അനുഗ്രഹിക്കാനായിട്ട്, മുഴുവനും ഫുൾ എല്ലാ ദിവസവും 365 days 365 ദിവസം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് അങ്ങനെയുള്ള വചനങ്ങൾ വല്ലതും ബൈബിളിൽ കാണിച്ചു തരാൻ സാധിക്കും. അത് ഭയങ്കര ഒരു ചോദ്യമാണ് ശരിക്കും. എല്ലാ ദിവസവും അനുഗ്രഹിക്കപ്പെടും. ഓ, അത് ശരിക്കും പറഞ്ഞാല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വചനം അത് പറയുകയാണെങ്കിൽ ഹബൂബ് പ്രവാചകന്റെ പുസ്തകത്തിലെ വചനമാണ്. അല്ലെങ്കിൽ തീഷ്ണതയുള്ള കൃപയുള്ള ഒരു പ്രവാചനാണ് പ്രവാചകന്റെ പുസ്തകം. ഹബൂബ് പ്രവാചകന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായം 5-ാം തിരുവചനത്തിലാണ് വചനമുള്ളത്.
വചനം ഇതാണ്, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഹബക്കൂക്ക് 1:5. അതായത് ആര് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാ, നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം പ്രവർത്തിക്കുക. അത് എല്ലാ ദിവസവും നിങ്ങളുടെ നാളുകളിൽ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ വന്നത്. അതായത് 2026 വർഷത്തിലെ എല്ലാ ദിവസങ്ങളിലും, നമ്മൾ ജീവിച്ചിരിക്കുന്ന all days, 365 days, ജീവിതം മുഴുവനും നമ്മൾ എത്ര നാൾ പ്രാർത്ഥിക്കും അത്രയും നാൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഭയങ്കര ഒരു വചനമാണ് അത്. അത്ഭുത പ്രവൃത്തി, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. എവ്രി ഡേ, എവ്രി മിനിറ്റ്, എവ്രി സെക്കൻഡ് ഭയങ്കരമായിട്ടും ദൈവത്തിന്റെ മിറക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ്. ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച 2026 വർഷം മുഴുവൻ എല്ലാ ദിവസങ്ങളും 1 ജാനുവരി 1 മുതൽ ഡിസംബർ 31 വരെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. തീർച്ചയായും. ശരിക്കും പറഞ്ഞാല് ഈ 5 വചനങ്ങൾ നമ്മളിപ്പോ പറഞ്ഞല്ലേ, ഇവർക്ക് ഓർമ്മ ഉണ്ടോ? ഈ 5 വചനങ്ങൾ നിങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ വചനം നമ്മൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരാനുള്ള വചനമാണ് ഫിലിപ്പി 4:19. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ശത്രുവിന്റെ മേലെ വിജയം വരിക്കാനുള്ള വചനം അല്ലേ. അത് നമ്മൾ പറഞ്ഞു ജോബ് 40:19. അവൻ ദൈവത്തിന്റെ സൃഷ്ടികൾ ഒന്നാമനാണ്, അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയും. മൂന്നാമത്തെ കാര്യം, നമുക്ക് അറിയാൻ പാടില്ലാത്ത മറന്നുപോയ കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്ന വചനം. അത് ജെറമ്യ 33:3 അല്ലെ, ദൈവത്തിന്റെ ഫോൺ നമ്പർ. എന്താ വചനം പറയുന്നത്? എന്നെ വിളിക്കാൻ, ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകും. നിങ്ങളുടെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നാലാമത്തെ വചനം എന്ന് പറയുന്നത്, നമ്മളെ കൊണ്ട് കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്നത് നമ്മൾ പോലും വിശ്വസിക്കുന്നതായ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്ന വചനം. അത് ഫിലിപ്പി 4:13. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. അഞ്ചാമത്തെ വചനം എന്ന് പറയുന്നത് ഈ വർഷം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ്. അത് ഹബക്കൂക്ക് 1:5. പറഞ്ഞാൽ വിശ്വസിക്കാനാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഈ 5 വചനങ്ങളും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. നിങ്ങൾ എല്ലാ ദിവസവും എവ്രി ഡേ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ദിവസം ആരംഭിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 2026 വർഷം മുഴുവൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്നത് കർത്താവ് നിങ്ങൾക്ക് മുൻപിൽ തരും. ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം 2026 മുഴുവൻ നിങ്ങൾക്ക് ദൈവം തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വചനം നിങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാണ്, നിങ്ങളുടെ ഭാവിക്ക് അനുഗ്രഹമാണ്, നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും, നിങ്ങളുടെ അംബിഷൻ, നിങ്ങളുടെ ഫ്യൂച്ചർ കർത്താവ് അനുഗ്രഹപ്രദമാക്കി മാറ്റുന്നൊരു വചനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുവർഷത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനകളും ആശംസകളും വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് നേരുകയാണ്. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ഗോഡ് ബ്ലെസ് യു.